Assalamu alaikum everyone. Welcome back to my YouTube channel once again. സോ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ചെറിയൊരു വ്ളോഗായിട്ടാണ്. ലൈക്ക് എൻ്റെ സാറ്റർഡേ ആൻഡ് സൺഡേ വ്ളോഗാണ്. ബട്ട് ദിസ് ഈസ് സൺഡേ നോട്ട് സാറ്റർഡേ. ആൻഡ് ഫസ്റ്റ് ഓഫ് ഓൾ ഐ വാണ്ട് ടു താങ്ക് എവ്രി വൺ, ഓൾ ദ പീപ്പിൾ ഹു ആർ സപ്പോർട്ടിങ് മീ. ഐ നോ എൻ്റെ വീഡിയോസിൽ ഒരുപാട് പ്രോബ്ലംസ് ഉണ്ട്, എൻ്റെ ലാംഗ്വേജ് ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. സ്റ്റിൽ എന്നെ ഒരുപാട് ആൾക്കാർ എനിക്ക് പോസിറ്റീവായിട്ട് സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് ആൾക്കാർ എൻ്റെ ലൈവിൽ വരാറുണ്ട്. ഞാൻ ലൈവ് സ്ട്രീം ചെയ്യുന്ന ഒരാളാണ്. വീഡിയോസ് അത്ര ഇടാറില്ല, കാരണം വീഡിയോസ് അത്ര സക്സസ്ഫുൾ ആവാത്തതുകൊണ്ട് ഞാൻ ഇടുന്ന കുറവാണ്. സോ ഞാൻ പറയാം എന്നെ പറ്റിയിട്ട്. ലൈക്ക് ഇന്ന് സൺഡേ ആയതുകൊണ്ട് എനിക്ക് രാവിലെ അത്താഴം കഴിഞ്ഞിട്ട് നിസ്കാരമെല്ലാം കഴിഞ്ഞിട്ട് ഞാനൊരു ഉറക്കമുണ്ട്. ഉറങ്ങിയിട്ട് ഞാൻ എണീറ്റിട്ട് റൂമൊക്കെ ഒന്ന് അടിച്ച് വാരി കച്ചറ വന്ന് വേസ്റ്റൊക്കെ എറിഞ്ഞ്, പിന്നെ എൻ്റെ റൂം ആകെപ്പാട് ഫുൾ മെസ്സി ആയിട്ട് കിടപ്പുണ്ട്. എനിക്ക് റൂം ക്ലീൻ ചെയ്യണം, റൂമിൻ്റെ ഫുൾ ഒന്ന് ചേഞ്ച് ചെയ്യണം. കാരണം ഈ ഒരു സാറ്റർഡേ ഒരു സൺഡേ ആണ് എനിക്ക് കിട്ടുന്നത്. അത്യാവശ്യം എനിക്ക് ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു നല്ലൊരു ഡേ ആണിത്. ഈ ടൈം ഞാൻ എൻ്റെ മാക്സിമം ഞാൻ യൂസ് ചെയ്യും റൂം ക്ലീൻ ചെയ്യാൻ, ഡ്രസ്സ് വാഷ് ചെയ്യാൻ, എൻ്റെ കിച്ചണൊക്കെ സെറ്റപ്പ് ചെയ്യാനുള്ള ഒരു ടൈമാണ് എനിക്ക് സാറ്റർഡേ ആൻഡ് സൺഡേ. റിലാക്സിന് പോലും ടൈമില്ല ഗൈസ്. ദാറ്റ് ഈസ് മൈ ലൈഫ് ഇൻ ദുബായ്. ഇറ്റ്സ് നോട്ട് റിയലി ഈസി. സോ ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ എൻ്റെ ബെഡൊക്കെ അറേഞ്ച് ചെയ്യുന്നുണ്ട്. ബെഡിൻ്റെ കാര്യങ്ങളും റംസാൻ മാസം വരുന്നാട്ടി മുമ്പ് ഞാൻ ബെഡ്ഷീറ്റൊക്കെ വാഷ് ചെയ്യും. അതെനിക്ക് ഇറ്റ്സ് റിയലി വെരി കമ്പൽസറി ഫോർ മീ. റംസാൻ മാസത്തിൽ എനിക്ക് എല്ലാം ബെഡ്ഷീറ്റ്, കർട്ടീന് കാര്യങ്ങളെല്ലാം എനിക്ക് വാഷ് ചെയ്തില്ലെങ്കിൽ എനിക്ക് വളരെ ഒരു നെഗറ്റീവ് ഫീലിംഗ് ആണ് എനിക്ക് കിട്ടുന്നുള്ളത്. സോ അങ്ങനെ ഞാൻ റൂമൊക്കെ ഒന്ന് സെറ്റപ്പ് ചെയ്യാമെന്ന് വിചാരിക്കുന്നുണ്ട് ഇപ്പോൾ. സോ ഇവിടെ ദുബായിൽ ഒരുപാട് ബിസി ലൈഫാണ്, സ്കെഡ്യൂളൊക്കെ ഒരുപാട് പറയണ്ടല്ലോ വർക്കിംഗ്. അതുമാത്രമല്ല ഞാൻ ടീച്ചറായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. എൻ്റെ ടൈമിങ്ങും ഒക്കെ ഒരുപാട് പ്രശ്നമാണ് എനിക്ക്. പ്രശ്നമല്ല, ഇൻഷാല്ലാ ഐ എം മാനേജിങ് എവറിത്തിങ്. ആൻഡ് എല്ലാവർക്കും എൻ്റെ ലൈവ് കാണുന്ന ആൾക്കാർക്കും എന്നെ പറ്റിയിട്ട് അറിയും. അത് കഴിഞ്ഞിട്ട് എൻ്റെ ഒരു മേക്കപ്പിൻ്റെ ഒരു കോർണർ ഉണ്ട്. അവിടെ ഇപ്പോൾ ഞാൻ റംസാൻ മാസത്തിൻ്റെ ഒരു സെറ്റപ്പാണ് വെച്ചിട്ടുള്ളത്. അവിടെ ഫുള്ള് ഡസ്റ്റാണ്. അത് വെറ്റ് വൈപ്സ് യൂസ് ആക്കിയിട്ടാണ് ഞാൻ ക്ലീൻ ചെയ്യുന്നുള്ളത്. നിങ്ങൾക്ക് ഇപ്പോൾ ഞാൻ കാണിച്ചു തരാം. വെറ്റ് വൈപ്സ് യൂസ് ആക്കിയിട്ട് ഞാൻ മൊത്തം ഒന്ന് ക്ലീൻ ചെയ്യുന്നുണ്ട്. ഞാൻ ഒരുപാട് സാധനങ്ങൾ വാങ്ങിയിട്ടുണ്ട് റംസാൻ മാസത്തിന് വേണ്ടിയിട്ട്. അതിൻ്റെ ലൈറ്റിങ്സ് കാര്യങ്ങളൊക്കെ ഞാനും ഹസ്ബൻഡും ഡേ ടു ഡേ പോയിട്ട് നല്ല ഡെക്കറേഷൻ ഐറ്റംസ് അവിടെ ഉണ്ട്, ഒരുപാടുണ്ട്. പക്ഷെ എനിക്ക് ഒരുപാട് വാങ്ങാനൊന്നും അത്ര താല്പര്യമൊന്നുമില്ല. 2-3 ഐറ്റംസ് ഓൺലി ഐ ജസ്റ്റ് ബൈ. എനിക്ക് റൂം ഒന്ന് ആസ്തറ്റിക് ഫീലിംഗ് വരണം. അല്ലാതെ ഇതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു മിനി കബയാണ്. ഇറ്റ്സ് റിയലി വെരി നൈസ് ആൻഡ് ഇറ്റ് ബ്രിങ്സ് സോ മച്ച് സ്പിരിച്വൽ ടു മൈ മൈൻഡ്. ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് ഖുറാനൊക്കെ ഇട്ട് വെക്കാം. ഖുറാൻ, മുസല്ല, അതുമാത്രമല്ല തെസ്ബിയൊക്കെ. ഇത് ഞാൻ ഡേ ടു ഡേന്ന് വാങ്ങിയതാണ്. ഒരു 20 ദിർഹമേ ഉള്ളൂ. പിന്നെ ലൈറ്റിങ്സ് കാര്യങ്ങൾ അവിടെ ആ ലൈറ്റിങ്സിൻ്റെ മുകളിൽ നമുക്ക് ബഖൂറും യൂസ് ചെയ്യാം. പക്ഷെ ഞാൻ യൂസ് ചെയ്യുന്നില്ല. ഞാൻ ബഖൂർ യൂസ് ചെയ്യുന്നത് വേറെ ഇതിലാണ്. ഇവിടെ കാണാൻ പറ്റും സൈഡിൽ നിങ്ങൾക്ക് ഒരു വൈറ്റ് ഒരു ഇത് കാണുന്നില്ല, അതിലാണ് ഞാൻ ബഖൂർ യൂസ് ചെയ്യുന്നുള്ളത്. സോ ഇതൊക്കെ ഒരു റൂമിൻ്റെ ഒരു സൈഡ് വെക്കുമ്പോൾ നമുക്ക് തന്നെ ഒരു ഇസ്ലാമിക് ഫീലിങ്ങും എനിക്ക് നല്ലൊരു പോസിറ്റീവ് മൈൻഡ് സെറ്റും ഒക്കെ കിട്ടും. ഇതാണ് ഞാൻ യൂസ് ചെയ്യുന്ന ബഖൂർ. ഇറ്റ്സ് ഗോൾഡൻ കളർ ബോക്സ് ആണ്. ദ സ്മെൽ ഇറ്റ്സ് റിയലി വെരി നൈസ്. അതും ഞാൻ ഡേ ടു ഡേന്നാണ് വാങ്ങിയിട്ടുള്ളത്. എൻ്റെ ഓൾമോസ്റ്റ് കാര്യങ്ങളൊക്കെ ഡേ ടു ഡേ എന്നാണ് ഉള്ളത്. കാരണം നമുക്ക് ചീപ്പ് റേറ്റിൽ നമുക്ക് ഇഷ്ടം പോലത്തെ സാധനങ്ങൾ കിട്ടും. ഇതാണ് ഞാൻ പറഞ്ഞ ബഖൂർ യൂസ് ചെയ്യുന്ന കാര്യം. ഇത് വളരെ ഡേർട്ടി ആയിട്ട് കിടപ്പുണ്ട്. അതും ക്ലീൻ ചെയ്യണം. നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇതാണ് 10 ദിർഹമിന് എനിക്ക് ഡേ ടു ഡേന്ന് വാങ്ങിച്ചതാണിത്. സോ അതൊക്കെ ക്ലീൻ ചെയ്തു, റെഡിയാക്കിയിട്ട് സെറ്റപ്പൊക്കെ ആക്കി. ഫുള്ള് പൊടിയൊക്കെ കാണുന്നുണ്ടല്ലോ, പൊടിയൊക്കെ ഞാൻ തൂത്തുവാരി. The final look. I really love this one. This bring lots of peace and calm into my mind. സോ നിങ്ങൾക്ക് സൈഡിൽ എൻ്റെ മേക്കപ്പിനെ കാണാൻ പറ്റും. ഇൻഷാല്ലാ എൻ്റെ നെക്സ്റ്റ് വ്ളോഗിൽ ഞാൻ എൻ്റെ മേക്കപ്പിൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ പറയുന്നതാണ്. പക്ഷേ ഈ ലൈവിൽ ഓൺലി ഐ എം ഫോക്കസിങ് റമദാൻ. പിന്നെ ഇതൊരു എൻ്റെ കബോർഡാണ്. ഈ കബോർഡിൽ ഞാൻ എൻ്റെ മുസാഫും കാര്യങ്ങളും കിതാബും മുസല്ലയും എല്ലാമാണ് ഞാൻ വെച്ചിട്ടുള്ളത്.
ഇതൊരു മിനി മുസല്ലയാണ്. ഇതും ഞാൻ D2 ആണ് വാങ്ങിയത്. ഇതിൽ നമുക്ക് കർബയുടെ ഡയറക്ഷൻ കാണാൻ പറ്റും. ഇറ്റ്സ് റിയലി വെരി യൂസ്ഫുൾ ആൻഡ് ഈസി ടു ക്യാരി ഓൾസോ. വെറെവർ വി വിൽ ഗോ വി ക്യാൻ യൂസ് ദിസ് ആൻഡ് വി ക്യാൻ യൂസ് ഫോർ പ്രെയർ ഓൾസോ. സോ ഇറ്റ്സ് റിയലി വെരി നൈസ്. ആൻഡ് അത്രയേ ഉള്ളൂ ഇവിടെ ഈ ഒരു സൈഡ് അത്രയേ ഉള്ളൂ. ഇനി ഞാൻ കാണിക്കുന്നത് എൻ്റെ ടേബിളാണ്, മിനി ടേബിൾ. ഹിയർ ഐ ആം ഡൂയിങ് മൈ ലൈവ് സ്ട്രീം. എൻ്റെ ചെറിയൊരു ടേബിൾ, എൻ്റെ ഒരു ലൈഫാണ് ഇത്. എൻ്റെ ബുക്കും എൻ്റെ സ്പീക്കറും എൻ്റെ കാര്യങ്ങളും എല്ലാമാണ് ഞാൻ ഇവിടെ വെച്ചിട്ടുള്ളത്. ഇവിടെ വെച്ച് ഞാൻ ലൈവ് സ്ട്രീം ചെയ്യുന്നുണ്ട്. പിന്നെ എൻ്റെ ഒരു ഇന്ത്യൻ ഫ്ലാഗ്, ബിക്കോസ് ഐ ആം ഫ്രം ഇന്ത്യ ആൻഡ് ഐ ആം റിയലി പ്രൗഡ് ദാറ്റ് ഐ ആം എൻ ഇന്ത്യൻ. പിന്നെ എൻ്റെ കബോർഡ് അതൊക്കെ കഴിഞ്ഞ് ഞാൻ ഇനി കുളിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഡ്രസ്സ് എടുക്കുന്നുണ്ട്. കബോർഡൊന്ന് പിന്നെ ടൂത്ത് ബ്രഷ് കാര്യങ്ങൾ പറഞ്ഞിട്ട് എണിച്ചതല്ലേ, പല്ലൊക്കെ നല്ല ക്ലീൻ ആക്കിയിട്ട് എല്ലാം ചെയ്തിട്ട് ഞാൻ വാഷ്റൂമിലോട്ട് പോകുന്നുണ്ട് കുളിക്കാൻ വേണ്ടിയിട്ട്. നമുക്ക് കുളിച്ചിട്ടാകുമ്പോൾ കിട്ടുന്ന റഹത്തും ഫീലിങ്ങും അതുമാത്രമല്ല, പ്രത്യേകിച്ച് നോമ്പിൻ്റെ നാളിൽ ഒരു കുളിയെന്ന് പറയുമ്പോൾ ഒരു നല്ലൊരു റിലാക്സാണ്. അത് എൻ്റെ നോമ്പ് നോക്കുന്ന ആൾക്കാർക്ക് അറിയാൻ പറ്റും. അത് കഴിഞ്ഞിട്ട് ഞാൻ നിസ്കരിക്കാൻ വേണ്ടിയിട്ട് കഴിഞ്ഞ് ഈ നിസ്കാരത്തിൻ്റെ ടൈമാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ടൈം. അള്ളാഹിനോട് ഞാൻ ഏറ്റവും അധികം ക്ലോസ് ആകുന്നൊരു ടൈമാണിത്. ഈ ടൈമിൽ എനിക്ക് വേറെ ഒന്നും എനിക്കറിയാൻ പറ്റുന്നില്ല. ഞാനും അള്ളയും മാത്രമുള്ളൊരു ലോകത്തേക്ക് പോകുന്നൊരു ഫീലിംഗാണ് എനിക്കുള്ളത്. എനിക്ക് എന്തൊക്കെ പ്രശ്നങ്ങളുണ്ട്, ചെറിയ പ്രശ്നങ്ങളും വലിയ പ്രശ്നങ്ങളും, ആരൊക്കെ എന്നെ ഉപദ്രവിച്ചിട്ടുണ്ട്, അതൊക്കെ ഞാൻ ഇവിടെ ഒറ്റയ്ക്കിരുന്ന് അള്ളാഹിനോട് ഞാൻ പറയും. എൻ്റെ പരാതികളും പരിഭ്രമങ്ങളും ഓൾമോസ്റ്റ് ഓൾ ദ തിങ്സ് ഞാൻ ഇവിടെ അള്ളാഹിനോട് ഞാൻ ഷെയർ ചെയ്യും. ഇന്ന് എനിക്ക് എന്ത് സംഭവിച്ചു, എനിക്ക് എന്ത് കഷ്ടപ്പാടുണ്ട്, എനിക്ക് എന്താ ചെറിയ ഇണക്കങ്ങളും പിണക്കങ്ങളും എല്ലാം ഞാൻ അള്ളാഹിനോട് ഷെയർ ചെയ്യും. എനിക്ക് കിട്ടുന്നൊരു സമാധാനം വേറെയാണ്. അതുപോലെ അല്ല, എനിക്ക് എന്നെപ്പോലെ ഒരുപാട് ആൾക്കാർ ഈ ദുനിയാവിലുണ്ട്. ഒരു കുട്ടിയില്ലാത്തൊരു വിഷമം ഒരുപാട് ആൾക്കാർക്കുണ്ട്. ഞാൻ ഇതുവരെ ആരോടും പറഞ്ഞിട്ടില്ല എൻ്റെ വിഷമങ്ങൾ. പക്ഷേ ഇപ്പം എനിക്ക് പറയണമെന്ന് തോന്നി. ഒരുപാട് ആൾക്കാർ എന്നെപ്പോലെ ഉണ്ട്. അവർക്കൊക്കെ അള്ളാഹ് സ്വാലിഹത്തായ കുഞ്ഞിനെ നൽകി അനുഗ്രഹിക്കട്ടെ. അതുമാത്രമല്ല, എനിക്കും വേണ്ടിയിട്ട് നിങ്ങൾ ദുആരിക്കണം. ഈ വീഡിയോ കാണുന്ന എത്ര ആൾക്കാരുണ്ട് അവരും എനിക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കണം. ഓക്കെ, ഇൻഷാ അള്ളാഹ്. അള്ളാഹിൻ്റെ അടുത്ത് ഒരുപാട് ടൈം എടുക്കുന്നുണ്ടെങ്കിലും അതിൻ്റെ അർത്ഥം അള്ളാഹ് നമുക്ക് വേണ്ടിയിട്ട് എന്തോ ഒന്ന് വലിയ കാര്യങ്ങൾ ഹീസ് ക്രിയേറ്റിംഗ് സംതിങ് ബിഗ് ഫോർ മീ. ഐ ഓൾവേസ് ബിലീവ് ഇൻ ഗോഡ് ആൻഡ് ഐ എം ഓൾവേസ് താങ്ക്ഫുൾ ടു ഗോഡ് ദാറ്റ് ഹീ മെയ്ഡ് മീ ഹിയർ, ഹീ ബ്രോട്ട് മീ ടു ദുബായ്. എനിക്കിവിടെ ജോബ് കിട്ടി. ഒരുപാട് ആൾക്കാരുടെ ഡ്രീമാണ് ഞാൻ ജീവിക്കുന്നതെന്ന് എനിക്കറിയാം. ഇൻഷാ അള്ളാഹ് അതുപോലെ തന്നെ എനിക്കും ഒരു സ്വാലിഹത്തായ കുഞ്ഞിനെ വേണമെന്ന് ഒരുപാട് ആഗ്രഹമുണ്ട്. മറ്റുള്ളവർക്ക് കുഞ്ഞ് കാണുമ്പോൾ എനിക്ക് ഒരുപാട് സങ്കടം തോന്നുന്നുണ്ട്. പക്ഷേ അള്ളാഹുവോട് ഞാൻ പറയും എൻ്റെ എല്ലാ സങ്കടങ്ങളും എല്ലാ പരിഭ്രമങ്ങളും. ഇൻഷാ അള്ളാഹ് എല്ലാത്തിനും അതിൻ്റേതായ ഒരു സമയം ഉണ്ടല്ലോ. അത് കഴിഞ്ഞ് ഞാൻ ഖുർആൻ ഓതും. ഖുർആനും കുറച്ച് ടൈം ഞാൻ സ്പെൻഡ് ചെയ്യും. റമളാൻ മാസത്തിൽ അധികം ഓത്തും കാര്യങ്ങളും വർദ്ധിപ്പിക്കണമാണ്. പക്ഷേ സാറ്റർഡേ സൺഡേ ആണ് ഞാൻ അത്യാവശ്യം ഓതുന്നത്. ബാക്കിയുള്ള ടൈമിൽ എനിക്ക് ഓതുന്നില്ല എന്നല്ല, പക്ഷെ അത്ര ഓത്ത് ഞാൻ അത്ര കണ്ടിന്യൂസ് ആയിട്ട് ഞാൻ കൊണ്ടുപോകുന്നത് സാറ്റർഡേ സൺഡേ ആണ്. ഇൻഷാ അള്ളാഹ് അത്രയേ ഉള്ളൂ എൻ്റെ വ്ളോഗിൽ ഞാൻ കാണിക്കാൻ പോകുന്നുള്ളത്. നെക്സ്റ്റ് വ്ളോഗിൽ ഞാൻ ഇഫ്താർ പ്രിപ്പറേഷൻ എന്തൊക്കെയാണ് ഞാൻ റെഡി ചെയ്യുന്നത് അതൊക്കെ ഞാൻ എൻ്റെ അടുത്ത വ്ളോഗിൽ ഞാൻ കാണിക്കാം. ഇതൊരു ചെറിയൊരു വ്ളോഗാണ്. ഇതിൽ ഞാൻ എൻ്റെ സെൽഫ് കെയറും എൻ്റെ റൂമിൻ്റെ സെറ്റപ്പും റൂം ക്ലീനിങ്ങും എല്ലാമാണ് ഞാൻ കാണിക്കുന്നത്. സോ താങ്ക് യു സോ മച്ച് എൻ്റെ വ്ളോഗ് കാണുന്ന ആൾക്കാർ. താങ്ക് യു സോ മച്ച് ആൻഡ് ഹാപ്പി റമദാൻ മുബാറക് ടു ഓൾ.